നമസ്കാരം. +2 ഫിസിക്സിലെ കറന്റ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ എന്ന ടോപ്പിക്കാണ്. എനർജി എന്താണ് എന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും. കഴിഞ്ഞ രണ്ടാമത്തെ ചാപ്റ്ററിൽ പൊട്ടൻഷ്യൽ എനർജി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. Now we are going to consider a figure. See, you know, it's a resistor and the current is flowing from point A to point B. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഫിഗർ ആണത്. എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്, when current passes from point A to point B, there exists a potential difference between points A and B. എ എന്നുള്ള പോയിന്റിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്, ബി എന്ന പോയിന്റിലൊരു പൊട്ടൻഷ്യൽ ഉണ്ട്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എയും ബിയും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ദർ എക്സിസ്റ്റ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് എ ആൻഡ് ബി. ക്യാൻ യു ടെൽ മീ വിച്ച് പൊട്ടൻഷ്യൽ ഇസ് ഗ്രേറ്റർ? ഓക്കെ, എയും ബിയും തമ്മിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഏത് പൊട്ടൻഷ്യലായിരിക്കും കൂടുതൽ? എയിലുള്ള പൊട്ടൻഷ്യലാണോ കൂടുതൽ, ബിയിലുള്ള പൊട്ടൻഷ്യലാണോ കൂടുതൽ? ഏതായിരിക്കും? യെസ്, എയിലുള്ള പൊട്ടൻഷ്യലാണ് കൂടുതൽ. കാരണം എന്താ? കറണ്ട് ഫ്ലോസ് ഫ്രം എ ടു ബി. കറണ്ട് ഒഴുകുന്നത് വെള്ളം ഒഴുകുന്ന പോലെയാണ്. വെള്ളം എപ്പോഴും എങ്ങനെയാണ് ഒഴുകുക? ഒരു ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക്, ഉയർന്ന ഭാഗത്തു നിന്ന് താഴ്ന്ന ഭാഗത്തേക്കാണ് വെള്ളം ഒഴുകുക. അതേ രീതിയിലാണ് ഒരു കണ്ടക്ടറിലൂടെയുള്ള കറണ്ട് ഫ്ലോ. ഇറ്റ് ഫ്ലോസ് ഫ്രം എ പോയിന്റ് അറ്റ് എ ഹയർ പൊട്ടൻഷ്യൽ ടു എ പോയിന്റ് അറ്റ് എ ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ നമുക്കറിയാം പൊട്ടൻഷ്യൽ അറ്റ് എ ഇസ് മോർ ദാൻ ദ പൊട്ടൻഷ്യൽ അറ്റ് ബി. അപ്പോൾ VA denotes potential at A, VB denotes potential at B. So VA minus VB, that denotes the potential difference. എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് VA minus VB denote ചെയ്യുന്നത്. So VA minus VB is always greater than 0. Greater than 0 means it is positive. VA greater than VB. VA ആണ് VB യേക്കാൾ കൂടുതൽ. അപ്പോൾ VA minus VB എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, ദാറ്റ്സ് ക്ലിയർ. So current flows from point A to point B, or there exists a potential difference between A and B. മറ്റൊരു രീതി പറഞ്ഞാൽ potential at A is greater than the potential at B. ഇനി what is current? നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. Current is charge flowing per unit time. So I can be written as delta Q by delta T, or Q can be written as I into delta T. Okay, charge, the charge flowing is I into delta T. Now potential എന്ന് പറയുന്നത് എന്തായിരുന്നു? It is a work done to bring unit charge. And what is potential energy? It is the work done to bring Q amount of charge. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാവും ഇതിനോടകം. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് യൂണിറ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ള വർക്കാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ക്യൂ എമൗണ്ട് ഓഫ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ള വർക്കാണ്. അപ്പോൾ ഇവിടെ വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ എനർജി? നമ്മൾ പൊട്ടൻഷ്യലിനെ കുറിച്ച് പറഞ്ഞു. VA VB പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA minus VB. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി? പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പൊട്ടൻഷ്യൽ ഇൻറ്റു ചാർജ് ഗിവ്സ് യു പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അതായത് യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് V ആണെങ്കിൽ Q എമൗണ്ട് ഓഫ് ചാർജിനെ കൊണ്ടുവരാനുള്ള വർക്ക് എന്തായിരിക്കും? Q ഇൻറ്റു അല്ല, യൂണിറ്റ് ചാർജിനെ കൊണ്ടുവരാൻ വർക്ക് V ആണ്. അപ്പോൾ Q എമൗണ്ട് ഓഫ് ചാർജിനെ കൊണ്ടുവരാൻ എത്ര വർക്ക് ചെയ്യണം? Q ഇൻറ്റു V. അപ്പോൾ അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. So what is the potential energy at A? What is the potential energy? Q അല്ലെങ്കിൽ ഡെൽറ്റ Q, നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചാർജ്, ഇൻറ്റു VA. Okay, similarly what is the potential energy at B? Same, charge into VB. See the equations. Then what is the change in potential energy? How will you find out the change in potential energy? അതിനെന്ത് ചെയ്താൽ മതി? ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം, ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി നമുക്കറിയാം. അത് രണ്ടും എഴുതി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി.
ആ ചേഞ്ച് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് നെഗറ്റീവ്. എന്താ കാരണം? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആവാൻ എന്താ കാരണം? ഫൈനൽ പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി, അതായത് ബി എന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജി എ എന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ കുറവാണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് പൊട്ടൻഷ്യൽ അറ്റ് ബി ലെസ് ദാൻ പൊട്ടൻഷ്യൽ അറ്റ് എ അല്ലേ? അപ്പോൾ വി ബി മൈനസ് വി എ അതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിക്കുന്നത്. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. സോ ദാറ്റ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി വി വിൽ ഗെറ്റ് മൈനസ് ഡെൽറ്റ ക്യൂ ഇൻറ്റു വി. അതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഡെൽറ്റ ക്യൂവിന് പകരം ഐ ഡെൽറ്റ ടി നമ്മൾ കൊടുക്കുന്നു. സോ മൈനസ് ഐ ഡെൽറ്റ ടി ഇൻറ്റു വി. അപ്പോൾ you are getting the change in potential energy. That is, when current flows from A to B, what is the change in potential energy? അതായത് ചാർജസ് കൺസിഡർ ചെയ്യുമ്പോൾ പൊട്ടൻഷ്യൽ എനർജിയിൽ എത്രമാത്രം ചേഞ്ച് ഉണ്ടായി. ദാറ്റ് ഈസ് മൈനസ് ഐ ഡെൽറ്റ ടി ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി നെഗറ്റീവ് ആണ് കിട്ടിയത്. ദാറ്റ് മീൻസ് ആസ് ദ ചാർജ് മൂവ് ഫ്രം ഓർ ആസ് ദ കറൻറ്റ് ഫ്ലോസ് ഫ്രം എ ടു ബി, ദ പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസസ്. ഓക്കെ, is that clear? No, energy is not created or destroyed. Total energy remains constant. അപ്പോൾ ഈ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ആ ലോസിന് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ആക്ച്വലി ഇറ്റ് മസ്റ്റ് ഹാവ് കൺവേർട്ടഡ് ഇൻ ടു ദി കൈനറ്റിക് എനർജി. അതായത് പൊട്ടൻഷ്യൽ എനർജിയിൽ ഉണ്ടായ ഡിക്രീസ് ആ ഇലക്ട്രോൺസിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് കറണ്ട് എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയുന്നുണ്ട്, പക്ഷേ അതേസമയം കൈനറ്റിക് എനർജി കൂടുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കൈനറ്റിക് എനർജി എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ പൊട്ടൻഷ്യൽ എനർജിയുടെ അതേ മാഗ്നിറ്റ്യൂഡ് തന്നെയായിരിക്കും കൈനറ്റിക് എനർജിക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ കറന്റ് ഫ്ലോസ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി ആൻഡ് ദർ ഈസ് എ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ആൻഡ് സെയിം എമൗണ്ട് ഓഫ് കൈനറ്റിക് എനർജി ഇസ് ഇൻക്രീസ്ഡ്. എത്രമാത്രം പൊട്ടൻഷ്യൽ എനർജിയാണോ കുറഞ്ഞത് അത്ര തന്നെ എനർജി ഇലക്ട്രോൺസിൻ്റെ അല്ലെങ്കിൽ അയോൺസിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. പക്ഷേ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് ഇലക്ട്രോൺസ് ആർ ആക്സിലറേറ്റഡ് ആൻഡ് ദേ ആർ മൂവിങ് വിത്ത് എ പെർട്ടിക്കുലർ വെലോസിറ്റി നോൺ ആസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. നമ്മൾ പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ വെലോസിറ്റി എല്ലാ ഇലക്ട്രോൺസും ദേ ആർ മൂവിങ് വിത്ത് എ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയിലുള്ള വേരിയേഷൻ അവിടെ നമ്മൾ കാര്യമായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് എന്ത് സംഭവിക്കുന്നു? ഈ കൈനറ്റിക് എനർജിക്ക് എന്ത് സംഭവിക്കുന്നു? Electrons gain ചെയ്ത kinetic energy as they move from one point to the other point, they may collide with the other atoms and ions in the material. അപ്പോൾ ഈ പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ they will collide with the other atoms and other ions or other electrons. ആ കൊളീഷൻ്റെ ഇടയിൽ the energy will be transferred. അപ്പോൾ ഈ കിട്ടിയിട്ടുള്ള കൈനറ്റിക് എനർജി എന്ത് സംഭവിക്കുന്നു? മറ്റ് ആറ്റംസിലേക്ക് അല്ലെങ്കിൽ അയോൺസിലേക്ക് ഒക്കെ ഇത് ട്രാൻസ്ഫർ ആയി പോകും. സോ ദാറ്റ് ദ ടോട്ടൽ എനർജി റിമെയിൻസ് ഓൾവേസ് കോൺസ്റ്റന്റ്. സോ അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ കിട്ടിയിട്ടുള്ള എനർജി എന്ത് സംഭവിക്കുന്നു? കൈനറ്റിക് എനർജി കൊളീഷൻ്റെ ഇടയിൽ മറ്റ് ആറ്റംസിലേക്ക് അല്ലെങ്കിൽ ഇലക്ട്രോൺസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ കൂടുതൽ എനർജി കിട്ടുമ്പോൾ ദി ആറ്റംസ് ഇൻ ദ മെറ്റീരിയൽ vibrate more vigorously. വളരെ പെട്ടെന്നുള്ള വൈബ്രേഷൻ ഉണ്ടാവും. And due to that, this energy will be converted into heat. The material gets heated up. അപ്പോൾ നമുക്ക് എന്ത് പറയാം? This kinetic energy which the electrons get, okay, or the energy which is transferred to the atom is now converted into heat energy. And we can say that some power is dissipated in the material. ഈ ഒരു കൊളീഷൻ കാരണം മെറ്റീരിയൽ ഹീറ്റഡ് ആവും. അല്ലെങ്കിൽ നമുക്ക് പറയാം ആ കറൻറ്റ് ഫ്ലോ ആ മെറ്റീരിയലിലൂടെ അല്ലെങ്കിൽ ആ റെസിസ്റ്ററിലൂടെ ഉണ്ടായ കറൻറ്റ് ഫ്ലോ കാരണം സം പവർ ഇസ് ഡിസിപ്പേറ്റഡ് ഇൻ ദ മെറ്റീരിയൽ, some energy is dissipated in the material. And how much energy is dissipated? ഇപ്പോൾ നമ്മൾ കണ്ടതല്ലേ ഇക്വേഷൻ, ആ കൈനറ്റിക് എനർജി ആയിട്ട് ഉണ്ടാകുമായിരുന്ന എനർജി അത്രയും എനർജിയാണ് മെറ്റീരിയൽ ഡിസിപ്പേറ്റ് ചെയ്ത് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടുള്ളത്. അപ്പോൾ അതേ എനർജി സി ദ ഇക്വേഷൻ delta W or energy dissipated or W equal to delta W equal to നമുക്കിപ്പോൾ കിട്ടിയ അതേ ഇക്വേഷൻ B I delta T. Now what is the energy dissipated in unit time? ഇത് ഡെൽറ്റ ടി എന്നുള്ള സമയത്ത് ഡിസിപ്പേറ്റ് ചെയ്ത എനർജിയാണിത്. അപ്പോൾ യൂണിറ്റ് ടൈമിൽ എത്രമാത്രം എനർജി സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും, ഡിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവും, അതിനെ നിങ്ങൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഡെൽറ്റ ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് P equal to V into I.
P എന്ന് പറയുന്നത് എന്താ? It is energy dissipated per unit time. യൂണിറ്റ് ടൈമിൽ ഡിസിപ്പേറ്റ് ചെയ്ത എനർജിയാണ് നമ്മളിവിടെ പവർ എന്ന് ഉദ്ദേശിക്കുന്നത്. സോ P is equal to V into I. ഇനി ഓംസിൽ അപ്ലൈ ചെയ്യാം. ഓംസിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതേ ഇക്വേഷൻ V into I എന്നുള്ള ഇക്വേഷൻ നമുക്ക് മറ്റ് രണ്ട് ഫോമിലും കൂടി എഴുതാൻ പറ്റും. Vക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ P equal to VI. സോ Vക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? Ohm's law, V equal to IR. So you can put IR instead of V. So you get I square R. ഇനി ഐക്ക് പകരമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിലോ I equal to V by R. So I'll substitute in, we will get V square by R. So you'll get three equations for power. P equal to VI, P equal to I square R, and P equal to V square by R. അപ്പോൾ ഈ മൂന്ന് ഇക്വേഷൻസും ദാറ്റ് ഗിവ് യു ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട് വെൻ എ കറന്റ് I ഫ്ലോസ് ത്രൂ എ മെറ്റീരിയൽ ഓഫ് റെസിസ്റ്റൻസ് R. ഇനി എവിടുന്നായി കറണ്ട് വരുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. സി ദിസ് സിമ്പിൾ സർക്യൂട്ട് വേർ യു ഹാവ് എ സെൽ ആൻഡ് എ റെസിസ്റ്റർ. സെൽ സപ്ലൈസ് ദി എനർജി അല്ലേ? നമ്മൾ മുമ്പ് കണ്ടതാണ്. സെൽ സപ്ലൈസ് ദി എനർജി, അല്ലെങ്കിൽ ദ കെമിക്കൽ എനർജി ഓഫ് ദ സെൽ ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ആ സെല്ലിൻ്റെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് കാരണം ആണ് മെറ്റീരിയലിലൂടെ, ആ റെസിസ്റ്ററിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ സെല്ല് കൊടുക്കുന്ന എനർജി, സെല്ലിൻ്റെ എനർജി എന്ന് പറയുന്നത് കെമിക്കൽ എനർജിയാണ്. ആ കെമിക്കൽ എനർജി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഏത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, യെസ്, നമുക്കറിയാം നമ്മൾ വീടുകളിൽ അല്ലെങ്കിൽ ഫാക്ടറീസിലൊക്കെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ഇറ്റ് കംസ് ഫ്രം ജനറേറ്റിംഗ് സ്റ്റേഷൻസ് അല്ലേ? വലിയ ജനറേറ്റിംഗ് സ്റ്റേഷൻസിൽ ഉൽപ്പാദിപ്പിക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ എനർജിയാണ് നമുക്ക് വീടുകളിലേക്ക് അല്ലെങ്കിൽ ഫാക്ടറീസിലേക്കൊക്കെ എത്തിക്കുക. എങ്ങനെയാണ് അത് എത്തുന്നത്? ത്രൂ സം ട്രാൻസ്മിഷൻ ലൈൻസ്. നമുക്കറിയാം ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്മിഷൻ ലൈൻസ് വഴിയാണ് നമ്മുടെ വീടുകളിലേക്ക് ഈ ഇലക്ട്രിക്കൽ എനർജി എത്തുന്നത്. സപ്പോസ് നമുക്ക് പവർ സ്റ്റേഷനിൽ നിന്ന് വരുന്ന പവർ ഉപയോഗിച്ചിട്ട് ഒരു ഡിവൈസ് പ്രവർത്തിപ്പിക്കണം എന്ന് വിചാരിക്കുക. യു വോണ്ട് ടു മേക്ക് എ ഡിവൈസ് വർക്ക് വിത്ത് ദ ഇലക്ട്രിക്കൽ എനർജി കമ്മിങ് ഫ്രം ദി പവർ സ്റ്റേഷൻ. സപ്പോസ് P is the power, I is the current, RC is the resistance of the transmission wires. അതായത് പവർ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ ഡിവൈസിലേക്ക് പവർ എത്തുന്ന ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ റെസിസ്റ്റൻസ് ആണ് RC. നമ്മുടെ ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് R ആണെന്ന് വിചാരിക്കാം. സോ യു ഹാവ് ദി ഇക്വേഷൻ P ഈക്വൽ ടു VI. അപ്പോൾ I കറണ്ട്, V വോൾട്ടേജ് അക്രോസ് ദി ഡിവൈസ്. Now what is the power dissipated? As the energy comes from the power station to the device, what is the power dissipated or the power wasted? എത്രമാത്രം എനർജി ലോസ് ഉണ്ടായിട്ടുണ്ടാവും? അതായത് പവർ സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ വീട്ടിലുള്ള ഡിവൈസിലേക്ക് ഈ പവർ എത്തുന്നതിൻ്റെ ഇടയിൽ എത്രമാത്രം എനർജി ലോസ് ഉണ്ടായിട്ടുണ്ടാവും? അപ്പോൾ പവർ ഡിസിപ്പേറ്റഡ് നമുക്കറിയാം ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? P ഈക്വൽ ടു I സ്ക്വയർ R. അപ്പോൾ ഇവിടെ RC ആണ് പവർ ട്രാൻസ്മിഷൻ വയറിൻ്റെ റെസിസ്റ്റൻസ്. ട്രാൻസ്മിഷൻ കേബിൾസിൻ്റെ റെസിസ്റ്റൻസ് RC ആണെന്ന് വിചാരിക്കും. സോ വാട്ട് ഈസ് ദി പവർ ഡിസിപ്പേറ്റഡ്? പവർ ഡിസിപ്പേറ്റഡ് PC equal to I square RC. Power dissipated PC equal to I square RC. Then P equal to V into I. That is the power equation for power. അതിൽ നിന്ന് you can write I equal to P by V. Therefore PC equal to P square RC divided by V square. അതായത് ഐക്ക് പകരം നമ്മൾ P by V എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഐക്ക് പകരം P by V സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഡെസിപ്പേറ്റഡിൻ്റെ ഇക്വേഷൻ P സ്ക്വയർ RC ഡിവൈഡഡ് ബൈ V സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ RC കോൺസ്റ്റൻ്റ് ആണ്. ട്രാൻസ്മിഷൻ ലൈൻസിൻ്റെ റെസിസ്റ്റൻസ് വളരെ നീളമുള്ള ട്രാൻസ്മിഷൻ ലൈൻസ് ആണ്. സോ ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ദെൻ പവർ P, ദ പവർ ട്രാൻസ്മിറ്റഡ്, അതാണ് P. ദെൻ വോൾട്ടേജ് V square. So power dissipated is inversely proportional to V square. Okay, power wasted is inversely proportional to V square. Okay, so at high voltages the power dissipation or loss of power will be less. So transmission is always done at very high voltages. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സബ്സ്റ്റേഷൻസിലൊക്കെ
പവർ ട്രാൻസ്മിഷൻ, അതായത് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് സബ്സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് വീണ്ടും നമ്മുടെ വീടുകളിലേക്കൊക്കെ എത്തുകയാണ് ചെയ്യുക ഇലക്ട്രിക്കൽ എനർജി. അപ്പോൾ സബ്സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ വളരെ ഹൈ വോൾട്ടേജിലായിരിക്കും ഉണ്ടാവുക. അത് നമ്മൾ എന്ത് ചെയ്യും? യൂസിങ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആ ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. വീണ്ടും നമ്മുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ വീണ്ടും ട്രാൻസ്മിഷൻ്റെ വോൾട്ടേജ് കുറയും. അപ്പോൾ വീണ്ടും നമുക്ക് ട്രാൻസ്ഫോമേഴ്സ് കാണാൻ പറ്റും. അതൊക്കെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ആണ്. കാരണം വോൾട്ടേജ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജിയുടെ ട്രാൻസ്മിഷൻ എപ്പോഴും നടക്കുക ഹൈ വോൾട്ടേജിലാണ്. അപ്പോൾ ഹൈ വോൾട്ടേജിൽ വരുന്ന ഇലക്ട്രിക്കൽ എനർജി നമ്മുടെ വീടുകളിലേക്ക് എത്തുന്നതിന് മുമ്പ് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലോ വോൾട്ടേജിലേക്ക് മാറ്റി. സോ ട്രാൻസ്മിഷൻ ഇസ് ഡൺ അറ്റ് ഹൈ വോൾട്ടേജ് ആൻഡ് ലോ കറൻറ്റ്. ആൻഡ് ബിഫോർ യൂസിങ് ദ എനർജി ഇൻ അവർ ഹൗസസ്, ദിസ് ഇസ് again stepped down. അതായത് ഹൈ വോൾട്ടേജ് ലോ കറൻറ്റ് എന്നുള്ളത് കൺവേർട്ട് ചെയ്തിട്ട് ലോ വോൾട്ടേജ് ആൻഡ് ഹൈ കറൻറ്റ് ആക്കി മാറ്റും. അപ്പോൾ why transmission is done at high voltages and low current? And the reason? That is in order to reduce the wastage of energy or power loss. പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈ വോൾട്ടേജിൽ ട്രാൻസ്മിഷൻ നടത്തുന്നത്. കാരണം പവർ ലോസ് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് പവർ ലോസ് കുറയാണ് ചെയ്യുക. സോ ട്രാൻസ്മിഷൻ ഇസ് ഡൺ അറ്റ് ഹൈ വോൾട്ടേജസ് and low current in order to reduce the wastage of energy or wastage of power. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.